കൃത്യമായ അളവിൽ ചായപ്പൊടിയിലേക്ക് നമ്മൾ സ്പൈസസും ഒക്കെ ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ചാണ് നല്ലൊരു മസാല ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു മസാല ചായയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മസാല ചായ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന 1/2 ലിറ്റർ മസാല ചായയാണ്. ഇപ്പോൾ 250 ml കപ്പിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ 2 പേർക്ക്, ചെറിയ ചായ കപ്പിലാണ് ഗ്ലാസ്സസിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ 5 പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവാണ്. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്നത് 250 ml കപ്പാണ്. അതിൽ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാനായിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് 4 കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ. ഇതിനകത്ത് നമുക്ക് കൂടുതൽ ഫ്ലേവർ എപ്പോഴും വേണ്ടതിനകത്ത് ഏലക്കയുടെ ആണല്ലോ. അപ്പോൾ ഏലക്കയൊക്കെ നമുക്ക് ചതച്ചിട്ടിടണം. ഏലക്കയും ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ടിടാം. ഏലക്ക ഞാൻ ഉപയോഗിക്കുന്നത് 4 ഏലക്കയാണ്. അതൊന്ന് ചതച്ചിട്ടിടാം. ഏലക്കയും കൂടി ഇതിലേക്ക് ചേർക്കാം. തൊലി റിമൂവ് ചെയ്തും വേണേൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ തൊലിയോടുകൂടെ തന്നെയാണ് ചേർക്കുന്നത്. അതേപോലെ നമുക്ക് ഇത്ര വലുപ്പത്തിലുള്ള ഇഞ്ചി. ഇപ്പോൾ ഈ അളവിൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കും. നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ ചെറിയൊരു എരിവ് ഫീൽ ചെയ്യുന്ന പോലെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് തിളയ്ക്കണം. നമ്മൾക്ക് ഇവിടെ ആവശ്യമുള്ളത് 1.25 കപ്പ് വെള്ളമാണ്. ആ 1/4 കപ്പ് കുറേ നേരം തിളച്ചത് പറ്റും. അപ്പം അത്രയും സമയം നമ്മൾ തിളപ്പിക്കും. ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കും സ്പൈസസ് ഇട്ടിട്ട്. അപ്പോൾ 2 മിനിറ്റോളം നമ്മൾ സ്പൈസസ് ഇട്ട് തിളപ്പിക്കുകയായിരുന്നു. ഇനി ഇതിനകത്തേക്ക് ചായപ്പൊടി ചേർക്കാം. ഒരു 4 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇട്ടൊന്ന് തിളയ്ക്കട്ടെ. മസാല ചായക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് തിളപ്പിക്കുക. നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കും. അത്രയും ഞാൻ തിളപ്പിക്കാറില്ല. നല്ലതായിട്ട് ആ സ്പൈസസിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ ഓഫ് ചെയ്യും. മറ്റേ നല്ല കുറുകുറാന്നിരിക്കും. അത്രയ്ക്ക് തിക്കായിട്ടായിരിക്കും. പാലും ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചാണ് കിട്ടാറ്. നല്ലതായിട്ടൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് നല്ല ചൂട് പാല് ചേർക്കാം. പാലൊരു 3/4 കപ്പാണ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.25 കപ്പ് വെള്ളവും ഒരു 3/4 കപ്പ് പാലുമാണ് വരുന്നത്. ചിലരത് 50-50 ആക്കും. 1 കപ്പ് പാലിന് 1 കപ്പ് തന്നെ വെള്ളം ചേർക്കും. ആ രീതിയിൽ ചേർക്കാം. അല്ലെങ്കിൽ കൂടുതൽ ചേർക്കാം. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പാല് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന 1.25 കപ്പ് വെള്ളത്തിന് നമ്മൾ 3/4 കപ്പാണ് പാല് വരുന്നത്. മൊത്തം 1.5 കപ്പ് വെള്ളം ചേർത്ത്, പക്ഷേ ആ 1/4 കപ്പ് നമ്മൾ തിളപ്പിച്ചത് പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇട്ടത് ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ അത് 3 ടീസ്പൂണാണ്. അപ്പോൾ അത് കണക്കാക്കിയാണ് ഇട്ടേക്കുന്നത്. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. നല്ലൊരു തിള വന്നു, ഓഫ് ചെയ്യാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കടുപ്പൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ 4 ടീസ്പൂൺ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല കടുപ്പത്തിലുണ്ട്. ഒത്തിരി നേരമായിട്ട് നമ്മൾ തിളപ്പിക്കുന്നില്ല. ഇനി ഇത് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് മസാല ചായ നമുക്ക് ടീ ഗ്ലാസസിലേക്ക് മാറ്റാം. എപ്പോഴും 2 പ്രാവശ്യം ഒന്ന് പതപ്പിച്ചെടുക്കുന്ന എപ്പോഴും ചായക്ക് ഫ്ലേവറാണ്. നല്ലൊരു മസാല ചായയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല കോൾഡൊക്കെ ഉള്ള സമയത്തൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നല്ല മഴ സമയത്ത് ഒക്കെ നല്ലതാണ് ഈ ചായ കുടിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് മൊത്തം 5 സ്പൈസസ് ആണ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടമല്ലെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് മാത്രം നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള സ്പൈസസ് ചേർത്തിട്ടുണ്ടാക്കാം.
ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല കടുപ്പമുണ്ട്, ഞാൻ അത്രയും പൊടി ഇട്ടേക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ നേരം ഇട്ട് തിളപ്പിച്ചാൽ ഉണ്ടാക്കണമെങ്കിൽ നേരെ പകുതി പൊടി 2 ടീസ്പൂൺ പൊടി ചേർത്താൽ മതിയാവും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയുടെ അനുസരിച്ചിട്ട് ചേർക്കുന്ന പൊടിയുടെ ക്വാണ്ടിറ്റി വ്യത്യാസം വരും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.